ആദ്യമായി ഇങ്ങനെ പരിപാടി എന്നെ ക്ഷണിച്ചതിന് ആയതോട് കലാസാംസ്കാരിക പ്രവർത്തകർ ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായും ഇത്രയും സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ സംസാരിക്കുക എന്നുള്ളത് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ ശാക്തീകരണവുമാണല്ലോ ഇന്ന് നമ്മുടെ വിഷയം. കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അതെന്താണെന്ന് അറിഞ്ഞാലല്ലേ യഥാർത്ഥത്തിൽ അതിനുള്ള എങ്ങനെ അതിനൊക്കെ അത്തരം അവസ്ഥകൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പറ്റും. ഞാൻ ഈ സമയത്ത് നമ്മുടെ റെയിൽവേ ബോഗിയിൽ വെച്ച് പുറന്തള്ളപ്പെട്ട് ഗോവിന്ദസ്വാമി എന്ന ഒരു നരാധമനാൽ കൊല ചെയ്യപ്പെട്ട സൗമ്യയെ ഓർക്കുകയാണ്. സൗമ്യ നമ്മുടെ എല്ലാം ഒരു പ്രതീകമായി മാറി അല്ലേ? സൗമ്യയുടെ പ്രശ്നം, സൗമ്യ കൊല ചെയ്യപ്പെട്ട സാഹചര്യങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യമാകുന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ സ്വന്തം ജീവിതം നിലനിൽക്കാൻ വേണ്ടി, സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു, പുറത്തുപോയി ജോലി ചെയ്യുന്നു. സൗമ്യയുടെ കാര്യം തന്നെ നോക്കിയത് അവൾ ആ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. വളരെ കഷ്ടപ്പെട്ട് ആ അമ്മ ആ കുട്ടിയെ വളർത്തി. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ എത്ര സൗമ്യമാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കോഴിക്കോടിലേക്ക് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം, ഒരു യാചക സ്ത്രീ സ്വന്തം അമ്മയ്ക്ക് കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല. അപ്പൊ അമ്മയുടെ പരിചരണത്തിന് വേണ്ടിയിട്ടും സ്വന്തം വിശപ്പടക്കാൻ വേണ്ടി യാചിക്കാൻ പോയ ആ ഒരു 33 വയസ്സായ സ്ത്രീയാണ്. ആ സ്ത്രീയെ ഒരു ഇടുങ്ങിയ വഴിയിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി 3 പേർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു സംഭവം കോഴിക്കോടുണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ നടക്കുന്നു എന്നുള്ളത് തന്നെ അങ്ങേറ്റം അപമാനകരമായ കാര്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ, ഇവിടെ പ്രസിദ്ധീകരിച്ച നോട്ടീസിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീയെ ഒരു വിൽപ്പനച്ചരക്ക് അല്ലെങ്കിൽ ലൈംഗിക ഭോഗവസ്തു മാത്രമായി കാണുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. നേരത്തെ അതൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ആഗോളവൽക്കരണ വികസനത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഒരു വില മാത്രമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിരന്തരം നമ്മൾ സ്ത്രീകൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരുപാട് വിവേചനങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നു. 2011 സെൻസസ് റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും 2001 സെൻസസ് റിപ്പോർട്ടും 1991 സെൻസസ് റിപ്പോർട്ടും, സെൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ 10 വർഷം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു ജനസംഖ്യ കണക്കെടുപ്പാണ്. 1991 സെൻസസ് റിപ്പോർട്ട് പ്രകാരം മുതിർന്നവരുടെ ഇടയിൽ കേരളത്തിൽ സ്ത്രീകളുടെ അനുപാതം കൂടുതലായിരുന്നു പുരുഷന്മാരെക്കാൾ. അതേസമയം 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ 1991
അതങ്ങനെ തന്നെയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു കാണുന്നത് 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിൽ. പക്ഷെ 10 വർഷം കഴിഞ്ഞപ്പോൾ മുതിർന്നവരുടെ ഇടയിലുള്ള അവസ്ഥ മാറുന്നില്ല, വേറെ ഒന്നും മാറുന്നില്ല. പക്ഷെ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ 1000 ആൺകുട്ടികൾക്ക് 953 പെൺകുട്ടികൾ ആയി മാറുന്നു. ആദ്യം 1000 ആൺകുട്ടികൾക്ക് 1056 പെൺകുട്ടികളുടെ അനുഭവം ഉണ്ടായി 10 വർഷം മുൻപ്. 10 വർഷം കൊണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുഭവത്തിൽ ഇത്ര വലിയ ഒരു അന്തരം ഉണ്ടായി എന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു പ്രശ്നമാണ്. അത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പരിഹാരം തേടേണ്ട പ്രശ്നമാണെന്നും നമ്മുടെ ഇന്ത്യയിൽ ആ അതായത് 2001 ആ സെൻസസ് നടന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെയുള്ള കുറെ ക്യാമ്പയിൻസ് സംസ്ഥാന സർക്കാർ തന്നെ നടത്തിയിരുന്നു. അതായത് വടക്കേ ഇന്ത്യയിലൊക്കെ മുമ്പ് നടന്നതുപോലെ ഇപ്പോഴും നടത്തുന്നത് നമുക്കറിയില്ല, എങ്കിലും അതൊക്കെ ഇന്ന് നിയമവിരുദ്ധമാണെന്ന് പറയുന്നു. അതായത് ഗർഭസ്ഥ ശിശു പെണ്ണാണെങ്കിൽ അതിനെ വോട്ട് ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായം വടക്കേന്ത്യയിലൊക്കെ വർഷങ്ങൾക്ക് ദശകങ്ങൾക്ക് മുമ്പ് നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചു നിന്ന് ശക്തമായി ഇതിനെതിരെ പോരാടുകയുണ്ടായി. പെൺഭ്രൂണ ഹത്യ എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ് എന്ന തരത്തിൽ വടക്കേന്ത്യയില് ആ കാലഘട്ടത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട് ബോംബെയിലൊക്കെ. ആ ഇലക്ട്രിക് ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ ഈ പരസ്യം കണ്ടിട്ടുള്ളതാണ്. അതായത് നാളെ ഈ 5 ലക്ഷം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് 500 രൂപ ചെലവാക്കുക. അങ്ങനെ പെണ്ണിന്റെ ഗുണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ വളരെ ഓപ്പണായിട്ട് അവിടെ നടക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ശക്തമായൊരു പല പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പുറത്തുള്ള സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ ഞങ്ങളെ പോലുള്ളവര്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴിലുള്ള സ്ത്രീ സംഘടനകൾ എല്ലാവരും യോജിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് പുതിയൊരു നിയമം വന്നു. PNDT ആക്ട് എന്ന് പറഞ്ഞൊരു, അതായത് ഈ ഭ്രൂണ സെക്സ് സിലക്ഷൻ ടെസ്റ്റ്, ലിംഗനിർണയ ടെസ്റ്റ് നടത്തുന്നതിനെതിരായിട്ടുള്ള നിയമം നമ്മൾ നാട്ടിൽ വന്നു. പക്ഷെ അതിനുശേഷമാണ് കേരളത്തിൽ ഇങ്ങനെയൊരു ഡെവലപ്മെന്റ്. 10 വർഷം കൊണ്ട് കൊച്ചുകുട്ടികളുടെ അനുഭവത്തിൽ ഇത്ര വലിയ അന്തരം ഉണ്ടായി. ഇനിയിപ്പോ 2015 കാര്യം എങ്ങനെയാണെന്നുള്ളത് പുറത്ത് വന്നേ വരാനിരിക്കുന്നത് ഡോക്ടറാണ് ശരിക്കും മനസ്സിലാവുക. കേരളത്തിലെ സ്ഥിതി എന്താണ്? കേരളത്തിലെ ഇത്തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനിംഗ് ക്ലിനിക്സ് ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രികളൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടെന്നും ഉള്ള ഒരു സൂചന അല്ലെങ്കിൽ ആപത്സൂചന നേരത്തെ സർക്കാരുകൾ തന്നെ തന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെൺകുഞ്ഞ് ഗർഭസ്ഥ ശിശു പെൺകുഞ്ഞാണെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള വടക്കേന്ത്യയിലെ പ്രവണത നമ്മുടെ നാട്ടില് ഇപ്പോ പിന്നെ എന്താ പറയുക വേരോട് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. അതുപോലെ വടക്കേന്ത്യയിലൊക്കെ ആയിരുന്നു നമ്മൾ കേട്ടിരുന്നത് സ്റ്റവ് കൊട്ടി തെറിക്കുക, സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകളെ കൊല ചെയ്യപ്പെടുക, ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുക എന്നുള്ള സംഭവം. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് കേരളത്തിൽ ഇത് വളരെ വ്യാപകമാണ്. അടുത്ത കാലത്തൊന്നുമല്ല, ഏതാണ്ട് 10-15 ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ, ഞങ്ങളെപ്പോലുള്ള എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 1986-87 കാലഘട്ടത്തിലാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വന്നത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പൊ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരുന്ന കാലത്ത് തന്നെ സ്ത്രീധന പ്രശ്നം, അതായത് കുടുംബത്തിനകത്ത് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിപ്പോ ഏത് പ്രത്യേക വിഭാഗത്തിനൊന്നും പറയാൻ പറ്റില്ല. എല്ലാ വിഭാഗത്തിലും എല്ലാ സാമ്പത്തിക
വിഭാഗങ്ങളിലും അതുപോലെ തന്നെ ജാതി മത വിഭാഗങ്ങളിലും സ്ത്രീധനം